നമസ്കാരം. രാമായണത്തെ പറ്റിയിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. എന്തിന് രാമായണം വായിക്കണം, ആര് വായിക്കണം എന്നൊക്കെ പല തർക്കങ്ങളും നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾക്ക് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. നമ്മൾ ഒരു 2-3 പേര് എവിടെയെങ്കിലും കൂടിയിരുന്നിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. എന്തോ ആവട്ടെ, അതിനിടയിൽ മോഹൻലാൽ അതിലൂടെ വരുന്നുണ്ടെന്ന് കരുതുക. നമ്മുടെ സബ്ജക്റ്റ് എന്തിനെ പറ്റിയിട്ട് എത്ര സീരിയസ് ആയിട്ടുള്ള കാര്യത്തെ സംസാരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അന്നേരം നമ്മുടെ മനസ്സെങ്ങോട്ടാണ് പോവുക? മോഹൻലാലിലേക്ക് അല്ലേ? പിന്നെ യേശുദാസ് ആണെങ്കിൽ യേശുദാസിലേക്ക്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സങ്ങ് പിടിച്ചെടുക്കും അന്നേരം. ഇപ്പോൾ നമ്മൾ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, യേശുദാസിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഇതൊക്കെ നമുക്ക് ചർച്ചാ വിഷയം അതായിട്ട് മാറും അന്നേരം. പോയി കഴിഞ്ഞാലും പിന്നെ ചർച്ച കുറേ നേരം അത് തന്നെയായിരിക്കും അല്ലേ? നമ്മളെ ഉള്ളിൽ അത് നിലനിൽക്കും എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നൊക്കെ നിശ്ചയിക്കേണ്ടത് നമ്മളാണ്. പക്ഷേ ശാശ്വതമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്ന് നമ്മൾക്ക് തിരിച്ചറിവുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താനായിട്ട് നമ്മൾ പല വിദ്യകളും പ്രയോഗിക്കും. സിനിമ കാണും, പാട്ട് കേൾക്കും, ഒക്കെ ചെയ്യും. എന്നാൽ നമ്മൾ ആധ്യാത്മികതയിലേക്ക് തിരിയുമ്പോൾ എന്താ ഉണ്ടാവുകയെന്നറിയും? നമ്മുടെ മനസ്സിനെ അറിയും, നമ്മുടെ ബോധത്തെ അറിയും. അങ്ങനെ നമ്മൾ അറിയുമ്പോൾ അതും നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. ശുദ്ധബോധം നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഒരു വ്യക്തിക്ക് നന്നാവുക എന്നുള്ളൊരു ചിന്ത, എന്താ നല്ലതാവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. പക്ഷേ നന്നാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ശാന്തമായിരിക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. ആർക്കും ശല്യമില്ലാതെ നമുക്ക് ശാന്തമായിട്ടിരിക്കാം. പുറത്തെ അടങ്ങിയിരിക്കാൻ പറ്റൂല, എന്തെങ്കിലും ദുശ്ചിന്തകൾ വരും നമുക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ രാമായണം നമ്മൾ വായിക്കുന്ന സമയത്ത് രാമൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മര്യാദാ പുരുഷോത്തമൻ എന്നുള്ള ഒരു പേര് രാമനുണ്ട്. നല്ലൊരു മകനാണ്, നല്ലൊരു ഭർത്താവാണ്, നല്ലൊരു രാജാവാണ്, ഇങ്ങനെ നല്ലൊരു സഹോദരനാണ്. ഇങ്ങനെ എല്ലാ തരത്തിലും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മാതൃകയാകും എന്നുള്ളതാണ്. ഡൊമിനേറ്റ് ചെയ്യും, നമ്മളെ അത് നയിക്കാൻ തുടങ്ങും ഓട്ടോമാറ്റിക്കലി. അത് ആ ആത്മാർത്ഥതയോടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോഹൻലാലിനോടും മമ്മൂട്ടിയോടും യേശുദാസിനോടും ഒക്കെയുള്ള, എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, അതുപോലെയൊന്നുമല്ല. ആധ്യാത്മികമായിട്ട് നമ്മൾ രാമനെ കാണുമ്പോൾ അല്ലെങ്കിൽ രാമനെ അറിയുമ്പോൾ ആ തരത്തിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മനസ്സ് അതിൽ ആകൃഷ്ടനാകും എന്നുള്ളതാണ്. ആ ആകൃഷ്ടത ഉണ്ടാക്കാനായിട്ടാണ് രാമായണം നമ്മൾ വായിക്കുന്നത്. ആ രാമായണത്തിലെ രാമനെ ഓരോ തരത്തിലും നമ്മൾക്ക് സ്നേഹിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സ് സംശുദ്ധമാകും എന്നുള്ളതാണ്. ഞാനിതിന് മറ്റൊരു ഉദാഹരണം പറയാം. ആരും ഒന്നും വിചാരിക്കരുത് എന്ന് കൂടി പറയാം. ചില ആളുകൾ നമ്മുടെ മുമ്പിലൂടെ പോകുമ്പോൾ നമുക്ക് ഓരോരാളുകൾ അവരെ പറ്റി ഓരോ അഭിപ്രായം പറയും. നല്ല അഭിപ്രായം പറയുന്നവർ നല്ല അഭിപ്രായം പറയും, ചീത്ത അഭിപ്രായം പറയുന്നവർ ചീത്ത അഭിപ്രായം. അവരവരുടെ ഉള്ളിലുള്ളതാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരാളെപ്പറ്റി നല്ലത് തോന്നണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഉള്ളിൽ
ആ നന്മ ഉണ്ടായിരിക്കണം. ഈ പല സീരിയലുകളിലും കാണുന്നുണ്ട് ഈ ദുഷ്ട കഥാപാത്രങ്ങളെല്ലാം ഒത്തുചേരുന്നത്. നല്ല കഥാപാത്രങ്ങൾ പലപ്പോഴും ഒത്തുചേരണമെന്നില്ല, ദുഷ്ട കഥാപാത്രങ്ങൾ എപ്പോഴും ഒത്തുചേരുന്നുണ്ട്. പലപ്പോഴും അവർക്ക് മറ്റുള്ളവരെ പറ്റി നല്ലത് ചെയ്താൽ പോലും അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ സീരിയലിൽ എന്ന് പറഞ്ഞ് വ്യക്തിപരമായിട്ട് ആരും നമ്മൾ ആക്ഷേപിക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്. അതുപോലെ രാമനെ പറ്റിയിട്ട് നല്ലത് പറയുന്ന ആളുകളുണ്ട്, രാമനെ പറ്റിയിട്ട് മോശം പറയുന്ന ആളുകളുണ്ട്. ആ പറയുന്ന ആൾ എന്താണോ പറയുന്നത് അതാണ് അയാൾ എന്ന് മനസ്സിലാക്കണം. ഒരാളെ പറ്റിയിട്ട് നല്ലത് ചീത്ത എന്നൊക്കെ നിർണ്ണയിക്കുന്നത് നമ്മളുടെ മനസ്സാണ്, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, കാഴ്ചപ്പാടാണ്. അപ്പോൾ ആ കാഴ്ചപ്പാട് വെച്ചിട്ട് നമുക്ക് ആരും വിലയിരുത്താം. ഒരു സ്ത്രീ അതിലൂടെ പോകുമ്പോൾ ആ സ്ത്രീയെ ഏത് തരത്തിൽ കാണണമെന്ന്, അമ്മയായിട്ട് കാണാം, പെങ്ങളായിട്ട് കാണാം, ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും മോശമായിട്ട് ചിത്രീകരിക്കുന്നവർ മോശമായിട്ട് ചിത്രീകരിക്കും, നന്നായിട്ട് ചിത്രീകരിക്കുന്നവർ നന്നായിട്ട് ചിത്രീകരിക്കും. അത് അവരവരുടെ കാഴ്ചപ്പാടാണ്. എപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത്, ഇപ്പോൾ യൂട്യൂബിൻ്റെ താഴെയായാലും അവരവരുടെ അഭിപ്രായം അവർ പറയുമ്പോൾ അവരുടെ അഭിപ്രായം പറയുന്ന അവരുടെ മനസ്സാണ്, അവരുടെ കാഴ്ചപ്പാടാണ് അവർ പറയുന്നത് എന്നുള്ളത് ചിന്തിക്കുക. ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഈ കാഴ്ചപ്പാട് മെച്ചപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശമാണ് എപ്പോഴും രാമായണം വായിക്കുന്നതിനിടയിൽ. രാമായണം വായിക്കുന്ന സമയത്ത് നല്ല കാഴ്ചപ്പാടുണ്ടാക്കാൻ നമുക്ക് പറ്റും. നമ്മുടെ കുട്ടികൾക്ക് നല്ല കാഴ്ചപ്പാടുണ്ടാക്കി കൊടുക്കാൻ പറ്റും. മറ്റൊരാളെ പറ്റിയിട്ട്, മറ്റൊരു സ്ത്രീയെ പറ്റിയിട്ട്, മറ്റൊരു പുരുഷനെ പറ്റിയിട്ട്, മറ്റൊരു കുട്ടിയെ പറ്റിയിട്ട് നല്ല കാഴ്ചപ്പാടുണ്ടാക്കാൻ പറ്റും. അത് കാരണം നമ്മൾ നന്നാവുന്നത് കൊണ്ടാണ്. ലോകത്തെ മുഴുവൻ നന്നായി കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾ തൻ്റെ കാഴ്ചപ്പാട് നന്നാക്കിയാൽ മതിയാകും തീർച്ചയായിട്ടും. അപ്പം അതിനു വേണ്ടിയിട്ടൊരു ശ്രമമാണ് എപ്പോഴും രാമായണം വായിക്കുന്നതിലൂടെ എന്ന് മനസ്സിലാക്കുക. സത്സംഗവും അത് തന്നെയാണ്. സത്സംഗത്തിൽ എന്താ ഉണ്ടാവുക? അവരെപ്പോഴും പറയുന്ന കാര്യങ്ങൾ നല്ലതിനെ പറ്റിയിട്ടായിരിക്കും. ഒരു വ്യക്തി അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഇന്നലെ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാവുന്നത് അങ്ങനെയൊക്കെ പറയുന്നതിന് പകരം സത്സംഗമുള്ള ആളുകൾ നല്ല കാര്യങ്ങൾ പറയും. അയാളെ പറ്റിയിട്ടായാലും മറ്റൊരാളെ പറ്റിയിട്ടായാലും നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും നല്ല കാര്യങ്ങൾ പറയുകയും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മളെ നാട്ടിൽ നല്ലത് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ടാവും. ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ആൾ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാകുന്നുള്ളത് വേറെ കാര്യം. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ നല്ലതാവുക എന്നുള്ള ചിന്തയുള്ള ആളുകൾക്ക് ഇത്തരം ഗ്രന്ഥങ്ങൾ വായിക്കും. ഇനി മറ്റെന്തെങ്കിലും ആവുക എന്നുള്ളവർക്ക് അത്തരം ഗ്രന്ഥങ്ങളും വായിക്കുക, അതിലൊന്നും തെറ്റില്ല. അപ്പോൾ ആറ്റിറ്റ്യൂഡ് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു തരത്തിൽ രാമായണം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആളെ അറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള പുത്രനെ അറിയാൻ ശ്രമിക്കുമ്പോൾ ഒക്കെ നമുക്ക് സാധിക്കുന്നത് രാമനെ അറിയുമ്പോഴാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. രാമായണം വായിക്കണം, വായിച്ചാൽ അറിയാൻ പറ്റും. വെറുതെ വായിക്കില്ല, ആകൃഷ്ടതയോടു കൂടിയിട്ട് വായിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം. ഈ നമ്മളിപ്പോൾ പാട്ട് കേൾക്കുന്നതായിരിക്കും, പാട്ടിൽ ആകൃഷ്ടനായിട്ട് പാട്ട് കേൾക്കുന്നതും ഇഷ്ടമില്ലാത്ത പാട്ട് കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആകൃഷ്ടനായിട്ട് പാട്ട് കേൾക്കണം. അപ്പം നമ്മുടെ ഹൃദയത്തിൽ അതിനെ സ്വീകരിക്കാനുള്ള ഒരു ഫ്രീക്വൻസി ലെവലുണ്ടെങ്കിൽ, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് സ്വീകരിക്കാൻ നമുക്ക് പറ്റും. അതിനെ അവഹേളിക്കുന്നവരുടെ കാഴ്ചപ്പാട് തന്നെ അങ്ങനെയാണെന്നാണ് നമ്മൾ കാണേണ്ടത്, അങ്ങനെ മനസ്സിലാക്കേണ്ടത്. എന്നാൽ രാമായണം ഒരാളെയും മോശമായിട്ട് ചിത്രീകരിച്ചിട്ടില്ല എന്ന് കൂടി പഠിക്കണം. ഇവൻ രാവണനെ പോലും മോശമായിട്ട് ചിത്രീകരിക്കാത്തൊരു ഗ്രന്ഥമാണ് രാമായണം. വാൽമീകിയുടെ കാഴ്ചപ്പാടാണ്. രാവണനോട് പോയിട്ട് ശൂർപ്പണഖ പറയുന്നുണ്ട്, നീ സീതയെ തട്ടിക്കൊണ്ടുവരണം, സീത സുന്ദരിയാണ്, തട്ടിക്കൊണ്ടുവരണം. രാമന് കൊന്നിട്ട് സീതയെ തട്ടിക്കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്.
രാവണൻ പറയുന്നത്, രാമൻ ആരാന്നാണ് നീ വിചാരിച്ചത്? ഇത്രയും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് രാമൻ എന്ന് പറഞ്ഞിട്ട് രാവണൻ പറഞ്ഞേക്കുന്നൊരു ഭാഗമുണ്ട് രാമായണത്തിൽ. പിന്നീട് രാവണൻ തിരിച്ച് ആ രാമനെ കൊണ്ട് ഞാൻ കൊല്ലപ്പെടണം എന്നുള്ള ഒരു ധാരണ വരുമ്പോൾ പിന്നെ അതിനായിട്ട് ശ്രമിക്കുന്നതാണ് രാവണൻ. ശരിക്കും സ്വന്തം ധർമ്മത്തെ പുലർത്താനായിട്ട് ചെയ്യുന്ന ഭാഗമായിട്ട് രാമായണത്തിൽ രാവണനെ പറയുന്നുണ്ട്. എല്ലാവരും അതിൽ രാമനെ സ്തുതിക്കുന്നു, ശത്രുക്കൾ പോലും രാമനെ സ്തുതിക്കുന്നു. അതാണ്. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയുമ്പോൾ നമുക്ക് നമ്മുടെ ആരെയും മോശമായിട്ട് കാണേണ്ടതില്ല എന്നുള്ള ധാരണയിലേക്ക് നമ്മൾ മാറും. ഞാൻ യൂട്യൂബിൻ്റെ കാര്യത്തിൽ തന്നെ പലപ്പോഴും മനസ്സിലാക്കാറുണ്ട്, എന്തെങ്കിലും ഈ നമ്മളാരും കുറ്റപ്പെടുത്തുമെന്ന് വിചാരിക്കരുത്, മോശമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ യൂട്യൂബ് കാണാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ വരും. അത്ര തന്നെ ആളുകൾ ഒരുപക്ഷെ നല്ലത് പറയുന്നത് കേൾക്കാനുണ്ടാവില്ല എന്ന് വെച്ചിട്ട് പല നല്ല വീഡിയോയും പിന്നെ ഇഷ്ടംപോലെ ആളുകൾ കാണുന്നുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ പെട്ടെന്ന് നെഗറ്റീവാണ്. നമ്മളൊരു പുതിയ നാട്ടിൽ പോയിട്ട് പുതിയ ഭാഷ പഠിച്ച് ആദ്യം പഠിക്കുന്നത് ചീത്തയാണെന്നാണ് പലരും പറയാറുള്ളത്. നമ്മൾ പാല് ഷെയർ ചെയ്യുമ്പോഴാണോ കൂടുതൽ ആളുകൾ വന്ന് കുടിക്കുന്നത്, മദ്യം ഷെയർ ചെയ്യുമ്പോഴാണെന്നൊക്കെ ഒന്ന് ആലോചിക്കുക. ഇതൊക്കെയാണ് ലോകത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് നമ്മളിൽ നല്ല കാഴ്ചപ്പാട് വളർത്താൻ നമുക്ക് സത്സംഗവും രാമായണവും ഒക്കെ സഹായിക്കും. രാമായണ മാസം അതിനായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകൊണ്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.